ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. അധികം എണ്ണയൊന്നും ചേർക്കാതെ കുറച്ച് എണ്ണയിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഒരു ട്യൂണ ഫിഷ് കേക്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ട്യൂണ ഫിഷ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 185 ഗ്രാമിൻ്റെ ഒരു ട്യൂണയുടെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഊറ്റിക്കളയണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ എണ്ണയിലാണ് ട്യൂണ വരുന്നത്. ഇപ്പോൾ ഫോറിനിലൊക്കെ കിട്ടുന്നത് വെള്ളത്തിലാണ് കിട്ടുന്നത്. വെള്ളമാണെങ്കിലും എണ്ണയാണെങ്കിലും ഇതൊന്ന് ഊറ്റിക്കളയണം ശരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ പീൽ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് മൂടുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നമുക്കിതൊരു മാഷർ ഉപയോഗിച്ച് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. മാഷർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താലും മതി. പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ മാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. പ്രപ്പ് തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 2 മുട്ട ഹാർഡ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഇവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. ഇത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിടാം. നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ട്യൂണ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ അതൊന്ന് ഷേപ്പ് ആക്കുമ്പോൾ കറക്റ്റായിട്ട് ഷേപ്പായി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോപ്പറിൽ വേണമെങ്കിലും ചെയ്യാം. ചോപ്പറിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ വെളുത്തിരിക്കുന്നതൊക്കെ ഒഴിവാക്കാം. മുട്ടയുടെ വെള്ളയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൊണ്ടിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്ത് ചേർത്തൊന്ന് ഇളക്കിയെടുത്താലും മതി. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് കുറച്ച് എണ്ണ കയ്യിലിങ്ങനെ ഒന്ന് തടവിയിട്ട് ഇതിനകത്ത് നിന്ന് ഓരോ ഉരുളകളിങ്ങനെ എടുത്ത് ഒന്ന് ഷേപ്പാക്കുക. ഷേപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ ഷേപ്പാക്കിയിട്ട് വെക്കാം. ഇതെല്ലാം ഷേപ്പാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാനിലോട്ട് മാറ്റാം ഫ്രൈ ചെയ്യാനായിട്ട്. എനിക്ക് മൊത്തം 12 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനായി തുടങ്ങാം. അതിന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ പീസുകളായിട്ട് എടുത്ത് ഈ മുട്ടയുടെ വെള്ളയിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് ഇതിനകത്തോട്ട് വെച്ചു. ഇത് ഒരു 2 മിനിറ്റ് സമയമെടുത്തു. ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഒരു സൈഡെല്ലാം മറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ട്യൂണ ഫിഷ് കേക്ക് ഭയങ്കര സോഫ്റ്റാണ്.
കട്ട്ലേറ്റ് പോലെയല്ല. അപ്പം ഇതിൻ്റെ ഈ സൈഡ് വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത് പരുവത്തിനായിട്ടുണ്ട്. നമുക്കിത് ഒരു കിഴുത്ത പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ട്യൂണ ഫിഷ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ രുചികരമായ ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ഞങ്ങളുടെ വ്യൂവേഴ്സിനെ അറിയിക്കണം. സൂപ്പർ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.